നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടാക്സി ഡ്രൈവർമാർക്ക് വോട്ട് നഷ്ടപ്പെടുന്നു. വാണിമേൽ ചങ്ങരത്താംപൊയിലുകാർ വോട്ട് ബഹിഷ്കരിക്കുന്നു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പൂജവയ്പ് നടന്നു. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന ഡ്രൈവർമാർക്ക് വോട്ട് നിഷേധിക്കുന്നതായി പരാതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം നഷ്ടമാകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു 100 വണ്ടിയോളം പിടിച്ചിരിക്കുന്നു. 100 വണ്ടിയോളം പിടിച്ചാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വണ്ടി ഓടിച്ചതിന് ശേഷം ആർക്കും വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും 100ഓളം വണ്ടി കൊടുത്ത് മെനയാണ്. അതിൻ്റെ ഭാഗത്ത് കളക്ടർ ഭാഗത്ത് ഒരു നടപടിയും ഇവിടുത്തെ തൊഴിലാളികൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ആവശ്യമാണ്. കക്കട്ട് ടൗണിൽ നിന്ന് മാത്രം 100 ടാക്സി ജീപ്പുകളാണ് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കൊണ്ടുപോയിരിക്കുന്നത്. അംഗൻവാടി ജീവനക്കാർക്ക് പോലും പോസ്റ്റൽ വോട്ട് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ടാക്സി ജീപ്പ് ഡ്രൈവർമാർക്കും പോസ്റ്റൽ വോട്ടിനുള്ള സൗകര്യം ചെയ്യണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ടീച്ചർമാർക്കടക്കം പോസ്റ്റൽ വോട്ടിനുള്ള സംവിധാനം ഏർപ്പെടുത്തി ഈ അധികൃതരൊന്ന് തയ്യാറാവേണ്ടത് ഒരു പോസ്റ്റൽ വോട്ടെങ്കിലും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. അതിനാൽ 100 തൊഴിലാളിക്ക് 100 വോട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. അത് ശരിക്ക് കളക്ടർ അതിൻ്റെ നടപടി എടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ തൊഴിലാളികളുടെ ആവശ്യം. വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ പച്ചപ്പാലം പ്രദേശത്ത് ഒരു കൂട്ടം വോട്ടർമാർ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രദേശത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ചങ്ങരത്താംപൊയിലുകാർക്ക് ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കേണ്ടി വന്നത്. വാണിമേൽ പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട പച്ചപ്പാലം, നെടുമ്പറമ്പ്, ചങ്ങരത്താംപൊയിൽ പ്രദേശങ്ങളിലെ 10ഓളം കുടുംബങ്ങളാണ് വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 50ഓളം വോട്ടർമാരാണ് ഈ പ്രദേശത്തുള്ളത്. തങ്ങളുടെ പ്രദേശത്തോട് അധികൃതർ കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഇവർ വോട്ട് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 വികലാംഗരും നിത്യരോഗികളും ഉൾപ്പെടുന്ന ഈ പ്രദേശത്തുകാർക്ക് സഞ്ചരിക്കാൻ വഴിയുണ്ടെങ്കിലും തീരെ ഗതാഗത യോഗ്യമല്ല. മാത്രവുമല്ല, ചങ്ങരത്താംപൊയിലിനെ നെടുമ്പറമ്പുമായി യോജിപ്പിക്കുന്ന പാലം പണിയാൻ ഇപ്പോഴും അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ പ്രദേശത്തുകാർ കിലോമീറ്ററുകളോളം ചുറ്റി വരേണ്ട അവസ്ഥയാണുള്ളത്. PMGSY വക റോഡ് പാസ്സായിട്ട് 4 വർഷമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് MLA, MP, കലക്ടർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതലായവർക്ക് ഒരുപാട് പ്രാവശ്യം നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ല. നിരവധി വിദ്യാർത്ഥികൾ ഉള്ള ഈ പ്രദേശത്ത് ഇതുവരെ വൈദ്യുതിയും എത്തിയിട്ടില്ല. പ്രദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ചുറ്റും വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ പുറത്ത് പോകാനുള്ള റോഡ് സൗകര്യമില്ല, പിന്നെ വൈദ്യുതി ഇല്ല, വെള്ളമില്ല. വികലാംഗരുണ്ട്, വിധവകളാണ് കൂടുതലായി താമസിക്കുന്നത്. ഒരുപാട് കാലം നിവേദനം അതും ഇതെല്ലാം കൊടുത്തതാണ്. അപ്പോൾ അതിനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ആരുടെ ഭാഗത്തുനിന്ന്. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചു അങ്ങനെ ബഹിഷ്കരിക്കാൻ തന്നെ. അപ്പം ഞാൻ മാത്രമല്ല, ഇവിടെ വേറെ ഉണ്ട് നടക്കാൻ പറ്റാതെ വികലാംഗര തന്നെ ഒരുപാട് വേറെ ഉണ്ട്, 3 ആൾ. ഇതുവരെ നടപടികൾ ആരും എടുത്തില്ല. ഇവർ വന്നിട്ട് ഇലക്ഷൻ സമയത്ത് മാത്രം പറയും അങ്ങനെ ചെയ്യാന്നുള്ള. തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനങ്ങളുമായി എത്തിച്ചേരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഈ പ്രാവശ്യമെങ്കിലും സുരേഷിന്റെ സങ്കടത്തിന് പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാർ വിഷന് വേണ്ടി പച്ചപ്പാലത്തു നിന്നും മുസ്തഫ. ഗൾഫ് മേഖലയും ഇലക്ഷൻ ചൂടിലാണ്. നാടിന്റെ മനസ്സും ആത്മാവും ഗൾഫിലിരുന്ന് തൊട്ടറിയുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ ഭാഗവാക്കാവുകയാണ്. സ്റ്റാർ വിഷൻ ഖത്തർ ബ്യൂറോ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് പ്രത്യേക സംവാദ പരിപാടി സംഘടിപ്പിച്ചു. വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വാണിമേലുകാർ. വാണിമേൽ പാലത്തിനു സമീപം 20 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ജീപ്പിൽ നിന്ന് അത്ഭുതകരമായാണ് ഡ്രൈവർ അടക്കം 2 പേർ രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു വാണിമേൽ പാലത്തിൽ നിന്നും 20 അടിയോളം താഴ്ചയുള്ള സ്റ്റേഡിയത്തിലേക്ക് ജീപ്പ് മറിഞ്ഞത്. KL11 8613 നമ്പർ ജീപ്പാണ് ഭീതിജനകമായ അവസ്ഥയിൽ തലകീഴായി മറിഞ്ഞത്. ജീപ്പിൽ ഡ്രൈവറും മറ്റൊരാളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു.
ക്രസന്റ് ഹൈസ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. 19-20 തീയതികളിൽ നടത്തപ്പെടുന്ന പരിപാടി പ്രശസ്ത ഗായകൻ നവാസ് പാലേരി ഉദ്ഘാടനം ചെയ്യും. കർമ്മഭാരതം കർമ്മഭാരതം പുണ്യഭാരതം ഐക്യഭാരതം എന്റെ ഭാരതം തിരകളെഴുതിയ വീരഭാരത കർമ്മകാവ്യമിതാ തിരകളെഴുതിയ വീരഭാരത കർമ്മകാവ്യമിതാ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ പൂജവയ്പ് നടന്നു. ഇതോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഒട്ടേറെ അനുബന്ധ പരിപാടികൾ നടക്കും. നാടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ നവരാത്രി ഉത്സവങ്ങൾക്ക് കൊടിയേറി. നവരാത്രിയോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികളാണ് അമ്പലങ്ങളിൽ നടക്കുന്നത്. വിശേഷാൽ പൂജകളും ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടാക്സി ഡ്രൈവർമാർക്ക് വോട്ട് നഷ്ടപ്പെടുന്നു. വാണിമേൽ ചങ്ങരത്താമ്പൂരുകാർ വോട്ട് ബഹിഷ്കരിക്കുന്നു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പൂജവയ്പ് നടന്നു. സ്റ്റാർ വിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.